കാലിഡോസ്കോപ്പ് എഡ്യൂക്കേഷൻ ചാനൽ LSS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് പരിശീലനം നൽകുകയാണ്. വിവിധ എപ്പിസോഡുകളിലൂടെ മാതൃകാ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തും. തുടർ പരിശീലനങ്ങളിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അംഗത്വം എടുക്കണം. ഇങ്ങനെ അംഗത്വമുള്ളവർക്കായി ഗൂഗിൾ ഫോം വഴി ഓൺലൈൻ മാതൃകാ പരീക്ഷകളും നടത്തുന്നതാണ്. യൂണിറ്റ് അടിസ്ഥാനത്തിൽ തന്നെയാണ് ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത്. എല്ലാ വിഷയങ്ങളുടെയും ചോദ്യങ്ങൾ പരിശീലനത്തിൽ ഉൾപ്പെടുത്തും. പരീക്ഷയുടെ ഘടന എല്ലാവർക്കും അറിയാം എന്ന് കരുതുന്നു. 2 പേപ്പറുകളാണ് പരീക്ഷയ്ക്ക് ഉള്ളത്. പേപ്പർ 1-ൽ പാർട്ട് എ മലയാളം അഥവാ ഒന്നാം ഭാഷയും, പാർട്ട് ബിയിൽ ഇംഗ്ലീഷും, പാർട്ട് സിയിൽ പൊതുവിജ്ഞാനവും ഉൾപ്പെടുത്തിയിരിക്കുന്നു. പേപ്പർ 2-ൽ പാർട്ട് എ പരിസര പഠനവും, പാർട്ട് ബി ഗണിതവും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓരോ പേപ്പറിനും 1.5 മണിക്കൂർ വീതമാണ് പരീക്ഷാ സമയം. ഓരോ പേപ്പറിനും 40 മാർക്ക് വീതം, ആകെ 80 മാർക്കാണ് ഉണ്ടാവുക. പാർട്ട് എ ഒന്നാം ഭാഷയ്ക്ക് 1 മാർക്ക് വീതമുള്ള 10 വസ്തുനിഷ്ഠ ചോദ്യങ്ങളും 5 മാർക്ക് വീതമുള്ള 2 വിവരണാത്മക ചോദ്യങ്ങളും ഉണ്ടാകും. ആകെ 20 മാർക്ക്. എന്നാൽ ഒന്നാം പേപ്പറിലെ പാർട്ട് ബി ഇംഗ്ലീഷിന് 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാകൂ. ഒന്നാം പേപ്പറിലെ പാർട്ട് സിക്ക് 1 മാർക്ക് വീതമുള്ള 10 വസ്തുനിഷ്ഠ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. പേപ്പർ 2-ലെ പാർട്ട് എ പരിസര പഠനം ആണ്. ഇതിൽ 1 മാർക്ക് വീതമുള്ള 10 വസ്തുനിഷ്ഠ ചോദ്യങ്ങൾ ഉണ്ടാകും. 5 മാർക്ക് വീതമുള്ള 2 വിവരണാത്മക ചോദ്യങ്ങളും ഉണ്ടാകും. ആകെ 20 മാർക്ക് ആണ് പരിസര പഠനത്തിന് ഉള്ളത്. പേപ്പർ 2-ലെ പാർട്ട് ബി ഗണിതം ആണ്. ഇതിൽ 1 മാർക്ക് വീതമുള്ള 10 വസ്തുനിഷ്ഠ ചോദ്യങ്ങളും 5 മാർക്ക് വീതമുള്ള 2 വിവരണാത്മക ചോദ്യങ്ങളും ആണ് ഉള്ളത്. ആകെ 20 മാർക്ക്. LSS പരീക്ഷ പേപ്പർ 2-ലെ പാർട്ട് എ അത് പരിസര പഠനം ആണ്. പേപ്പർ 2 പാർട്ട് എ പരിസര പഠനത്തിലെ പ്രവർത്തനങ്ങളാണ് ഈ എപ്പിസോഡിൽ അവതരിപ്പിക്കുന്നത്. പരിസര പഠനത്തിൻ്റെ 1-ാമത്തെ യൂണിറ്റ് വയലും വനവും എന്ന പാഠഭാഗം അടിസ്ഥാനപ്പെടുത്തിയാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ചോദ്യം 1. താറാവിൻ്റെ കൊക്കിന് ഏത് തരത്തിലുള്ള അനുകൂലനം ആണ് ഉള്ളത്? വാട്ട് കൈൻഡ് ഓഫ് അഡാപ്റ്റേഷൻ ഡസ് എ ഡക്സ് ബീക്ക് ഹാവ്? ഓപ്ഷൻ എ ജലത്തിൽ ശ്വസിക്കുന്നതിന്, ബി ജലത്തിൽ നിന്നും ചെളിയിൽ നിന്നും ഇര തേടാൻ കഴിയുന്നതിന്, സി ജലത്തിൽ തുഴയുന്നതിന്, ഡി ഇവയൊന്നും അല്ല. ചോദ്യം ശ്രദ്ധിക്കുക. താറാവിൻ്റെ കൊക്കിന് ഏത് തരത്തിലുള്ള അനുകൂലനം ആണ് ഉള്ളത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ്: എ ടു ബ്രീത്ത് ഫ്രം വാട്ടർ, ടു ബി ഏബിൾ ടു സെർച്ച് ഫോർ പ്രേ ഫ്രം dirt and mud, ഓപ്ഷൻ സി ടു പാഡിൽ ഇൻ വാട്ടർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഒരു ചോദ്യം അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ശരിയായ ഉത്തരം ഇപ്പോൾ തന്നെ പറയുന്നില്ല. കുട്ടികളുടെ ചിന്താ പ്രക്രിയ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ് അത്. നിങ്ങൾ തന്നെ ശരിയായ ഉത്തരം കണ്ടെത്തുക. ചോദ്യം 2. തവളയുടെ പൊതു സവിശേഷതകളിൽ പെടാത്തത് ഏത്? Which of these is not a common feature of the frog? ഓപ്ഷൻ എ തവളയ്ക്ക് കരയിലും ജലത്തിലും ജീവിക്കാൻ കഴിയും. ഓപ്ഷൻ ബി തവളയുടെ പിൻകാലുകൾക്ക് നീളം കൂടുതൽ ഉണ്ട്.
ഓപ്ഷൻ സി തവളയ്ക്ക് ചെവിക്കുട ഉണ്ട്. ഓപ്ഷൻ ഡി തവള മുട്ടയിടുന്ന ജീവിയാണ്. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ കോമൺ ഫീച്ചർ ഓഫ് ദി ഫ്രോഗ്? ഓപ്ഷൻസ്: ഫ്രോഗ്സ് ക്യാൻ ലീവ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. ഓപ്ഷൻ ബി: the hind legs of the frog are longer. Option C: frogs have ears. Option D: the frog is an egg-laying creature. എന്നാൽ ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഉഭയജീവികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? Which is the correct statement regarding amphibians? ഓപ്ഷൻ എ: കരയിൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ. ബി: കരയിലും വെള്ളത്തിലും കാണാറുണ്ട്. സി: വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നു. ഡി: കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്നു. ക്വസ്റ്റ്യൻ once again. Which is the correct statement regarding amphibians? Option A: can only live on land. Option B: it is found on land and in water. Option C: lives only in water. Option D: can live on land and in water. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ എളുപ്പമാണെന്ന് കരുതുന്നു. നമ്മുടെ പാഠഭാഗത്ത് തന്നെയുള്ള ചോദ്യങ്ങൾ ആയതുകൊണ്ട് അനായാസം നിങ്ങൾക്ക് ഉത്തരങ്ങളിൽ എത്തുവാൻ കഴിയും. ഏതെങ്കിലും ചോദ്യങ്ങളുടെ ശരിയായ ഉത്തരത്തിൽ നിങ്ങൾക്ക് എത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ പാഠഭാഗം ഒന്നുകൂടി പരിശോധിക്കുക. അപ്പോഴും പ്രയാസം നേരിടുന്നുവെങ്കിൽ നിങ്ങൾക്ക് ടീച്ചറോടോ നിങ്ങളുടെ പേരൻസിനോടോ ചോദിക്കാവുന്നതാണ്. അങ്ങനെ ഓരോ ചോദ്യങ്ങളുടെയും നോട്ടുകൾ നിങ്ങൾ തയ്യാറാക്കി വയ്ക്കുക. നമുക്ക് ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒരു ജീവിയുടെ സവിശേഷതകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ജീവി ഏതെന്ന് കണ്ടെത്തി എഴുതണം. ഇനി പറയുന്നത് സവിശേഷതകളാണ്. വഴുവഴുപ്പുള്ള ശരീരം, ശ്വസിക്കാതെ വളരെയധികം സമയം ജലത്തിനടിയിൽ മുങ്ങി നിൽക്കുന്നതിനുള്ള കഴിവ്, തുഴ പോലെയുള്ള കാലുകൾ. Peculiarities once again: slippery body, ability to stay submerged for long periods of time without breathing, or like legs. Options: option A തവള, B നീർക്കോലി, C ആമ, D മത്സ്യം. ഓപ്ഷൻ എ ഫ്രോഗ്സ്, ഓപ്ഷൻ ബി വാട്ടർഫോൾ, ഓപ്ഷൻ സി ടർട്ടിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 5. താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ വസ്തുത ഏത്? ഓപ്ഷൻ എ ആമ ഒരു ഉഭയജീവിയാണ്. ബി തവള ഒരു ഉഭയജീവിയാണ്. സി മുതല ഉഭയജീവിയാണ്. ഡി ആമ, തവള, മുതല എന്നിവ ഉഭയജീവികളാണ്. ക്വസ്റ്റ്യൻ once again please listen. Which of the following is a fact? Option A the tortoise is an amphibian. Option B the frog is an amphibian. Option C the crocodile is an amphibian. Option D tortoise, frogs and crocodiles are amphibians. കൂട്ടുകാരെ, ഇതുവരെ നാം പരിചയപ്പെട്ടത് 1 മാർക്ക് വീതമുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ അഥവാ വസ്തുനിഷ്ഠ ചോദ്യങ്ങൾ ആണ്. ഇതോടൊപ്പം ഇനി ഒരു വിവരണാത്മക ചോദ്യം ആണ് പരിചയപ്പെടുത്തുന്നത്. ക്ലസ്റ്റർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉണ്ടാവുക.
ഒരു ചോദ്യത്തോടൊപ്പം 2-3 ചോദ്യങ്ങൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആകെ 5 മാർക്കാണ് ഇത്തരം വിവരണാത്മക ചോദ്യങ്ങൾക്ക് ഉണ്ടായിരിക്കുക. കൃത്യമായും എഴുതേണ്ട 5 പോയിന്റുകൾ ചോദ്യങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവും. ഈ 5 പോയിന്റുകളും ഉത്തരങ്ങളിൽ രേഖപ്പെടുത്തുന്നവർക്ക് മാത്രമാണ് പൂർണ്ണമായ മാർക്ക് ലഭിക്കുകയുള്ളൂ. ചോദ്യം ശ്രദ്ധിക്കുക. വിവരണാത്മക ചോദ്യം 6ാമത്തെ ചോദ്യം, അതിൽ എ പാർട്ട്. 6ാമത്തെ ചോദ്യത്തിൽ ചോദ്യം എ. താഴെ കൊടുത്തിരിക്കുന്ന ജീവികളുടെ 2 വീതം അനുകൂലനങ്ങൾ എഴുതുക. നമ്പർ 1 പരുന്ത്, നമ്പർ 2 അണ്ണാൻ, നമ്പർ 3 താമര. ഫാൽക്കൺ, സ്ക്വിറിൽ, ലോട്ടസ്. വിവരണാത്മക ചോദ്യത്തിൽ ഒരു ചോദ്യം കൂടിയുണ്ട്. ചോദ്യം ബി. ഒരു ആവാസ വ്യവസ്ഥയിലെ അജീവീയ ഘടകങ്ങളെ ജീവീയ ഘടകങ്ങൾ ആശ്രയിക്കുന്നു. ഇതിന് 2 ഉദാഹരണങ്ങൾ എഴുതുക. ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻഓർഗാനിക് കമ്പോണൻസ്. പ്രിയ കൂട്ടുകാരെ, ഇതോടുകൂടി 1ാമത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ചെറിയ ചെറിയ എപ്പിസോഡുകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നതിനാലാണ് അങ്ങനെ ചെയ്യുന്നത്. ഉത്തരം കണ്ടെത്തുവാൻ നിങ്ങളെ ഞങ്ങൾ സഹായിക്കുന്നതാണ്. ചോദ്യങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ശരിയായ ഉത്തരത്തിലെത്തുവാൻ പുസ്തകം പരിശോധിച്ചിട്ടും ടീച്ചറോട് ചോദിച്ചിട്ടും നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് ആ ചോദ്യം. അപ്പോൾ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഫോൺ നമ്പർ 9446769131 94 46 769 131.